എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് വാഹനങ്ങളുടെ ഒരു സ്പെഷ്യൽ ന്യൂസുമായിട്ടാണ്. രണ്ട് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും രണ്ട് പുതിയ വാഹനങ്ങളുടെ ലോഞ്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് രണ്ട് പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങളെക്കുറിച്ചോ മറ്റോ പറയാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല, രണ്ട് പഴയ വാഹനങ്ങളെക്കുറിച്ചാണ്. ഈ പഴയ വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ രണ്ട് വാഹനങ്ങൾ സെലിബ്രിറ്റിയായി മാറി. ഇപ്പോൾ രണ്ട് വാഹനങ്ങളും ആ രണ്ട് കമ്പനികളും പിൻവലിച്ച മോഡൽസാണ്. അതെങ്ങനെ സെലിബ്രിറ്റി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സിനിമകളിൽ ഇവർ ക്യാരക്ടറിന് സമാനമായ അല്ലെങ്കിൽ നായക നടനോട് സമാനമായ രീതിയിലുള്ള വേഷം ചെയ്തു, അല്ലെങ്കിൽ ആ സിനിമയിൽ പ്രാധാന്യത്തോടുകൂടി അവയെ സംവിധായകൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ സുമോയാണ്. നിങ്ങൾക്കറിയാം, കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ടാറ്റ സുമോയ്ക്കും മമ്മൂട്ടിക്കും മറ്റ് നടന്മാർക്കും ഒപ്പം പ്രാധാന്യം ആ ടാറ്റ സുമോയ്ക്ക് നൽകിയെന്ന് വേണം പറയാൻ സംവിധായകൻ. മമ്മൂട്ടി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ സ്പെഷ്യാലിറ്റീസും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ആ വാഹനത്തിന് സെക്കൻഡ് റീസെയിൽ വാല്യൂലൊക്കെ ഭയങ്കര പ്രാധാന്യം വന്നു. പലരും അത് അന്വേഷിക്കാൻ തുടങ്ങി. അതിന് പുതിയ വേരിയൻറ്റ് കൊണ്ടുവരണമെന്നൊക്കെ ടാറ്റയോട് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളായിട്ട് ആൾക്കാർ പറയാൻ തുടങ്ങി. അതേപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു വാഹനമാണ് ടൊയോട്ട കോളിസ്. ഒരുപാട് ആരാധകരുള്ള വണ്ടിയാണ്. ഇപ്പോഴും പലരും അതിനെ റീസ്റ്റോർ ചെയ്ത് ഇപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ 22-ന് 2 ദിവസത്തിനുള്ളിൽ, ഇന്ന് 19-ആണ്, മൂന്നാമത്തെ ദിവസം മഞ്ഞുമൽ ബോയ്സ് റിലീസാകും എന്നാണ് എൻ്റെ അറിവ്. ആ മഞ്ഞുമൽ ബോയ്സിലെ മോഷൻ പിക്ചറിനകത്തും മറ്റ് പല പോസ്റ്ററിനകത്തും ഞാൻ ശ്രദ്ധിച്ചു കോളിസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സാന്നിധ്യം. ഒരു റെഡ് കോളിസാണ്. മറ്റേ വൈറ്റ് സുമോ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് റെഡ് കോളിസാണ് വരുന്നത്. ആ കോളിസിൻ്റെ പ്രാധാന്യവും ഈ വാഹനങ്ങളുടെ കുറച്ച് വിശേഷവുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളൂ, 2.4K മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം, അതിന് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് അത് പരിഹരിക്കാനുള്ള കമൻറ്റുകളായിട്ട് അത് പരിഹാരം എന്താണ് അല്ലെങ്കിൽ എന്താണ് കുറവ് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. യഥാർത്ഥ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു യാത്ര ചെയ്തതും ആ യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അത്തരത്തിൽ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ സംവിധാനം ചെയ്ത ആളെന്ന് പറഞ്ഞാൽ ചിദംബരമാണ്. അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്കകത്ത് മോഷൻ പിക്ചർ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ 2000-ലാണ് ടൊയോട്ട കോളിസ് അവതരിപ്പിക്കുന്നത്. ആ ടൊയോട്ട കോളിസിൻ്റെ 2004 മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് യഥാർത്ഥ കഥയിൽ. അതിനകത്ത് വൈറ്റാണ് യഥാർത്ഥ കഥയിൽ അവർ ഉപയോഗിച്ചതെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് റെഡ് കോളീസാണ് കാണിക്കുന്നത്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കണ്ണൂർ സ്ക്വാഡും അങ്ങനെ എണ്ണയായിരുന്നു. കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂട്ടിക്കും മറ്റ് നായക നടന്മാർക്കും ഉള്ള പ്രാധാന്യം ആ സുമോയ്ക്കുണ്ടായിരുന്നു. സുമോ വൈറ്റ് സുമോയാണ് ഉപയോഗിച്ചിരുന്നത്. സിനിമയിലുടനീളം ആ തുടക്കം മുതൽ അവസാനം വരെ സുമോ ഉണ്ടായിരുന്നു. സുമോയുടെ ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളും മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് സ്കില്ലും കാര്യങ്ങളും ഒക്കെ ആ സിനിമയ്ക്കകത്ത് പറഞ്ഞറിയിക്കേണ്ടതാണ്. പിന്നെ കോളിസിന് എത്രത്തോളം പ്രാധാന്യം ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ളത് നമ്മൾ സിനിമ കണ്ടേ അറിയാൻ കഴിയും. സിനിമ റിലീസായിട്ടില്ല, 22-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. അതോടൊപ്പം പിന്നെ വേറൊരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്ന ഒരു സുഹൃത്ത് സംഘത്തിൻ്റെ കഥയാണ് ഇതിനകത്ത് ചിദംബരം അവതരിപ്പിച്ചിരിക്കുന്നത്. റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ സിനിമയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. മറ്റേത് കണ്ണൂർ സ്ക്വാഡ് 4 പേരുടെ അന്വേഷക സംഘം എന്ത് ചെയ്യുന്നു, ആ സിനിമ എല്ലാവരും കണ്ടതാണല്ലോ. ആ അന്വേഷക സംഘം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നതും ബീഹാറിൻ്റെ ബോർഡർ വരെ പോകുന്നതും ഒക്കെ ആ സിനിമയ്ക്കകത്ത് കൃത്യമായി കാണിക്കുന്നുണ്ട്. അതിനകത്ത് ആ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാൻ വേണ്ടി ടാറ്റയുടെ സുമോയാണ് ഉപയോഗിച്ചതെന്നുള്ളതും വളരെ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. ആ സുമോയുടെ കാര്യങ്ങളും എല്ലാം A to Z നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഇഷ്ടവാഹനമായിരുന്നു സുമോ. പിന്നീട് അത് പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പുതിയ വണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം ടാറ്റ പഴയ മോഡൽസ് ഇപ്പോൾ സഫാരി വന്ന പോലെ തന്നെ സുമോയെയും കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കാം. കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കൂട്ടം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് പോകുന്നതും ആ കൊടൈക്കനാലിൽ വെച്ചിട്ട് അവർക്കുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് ഈ സിനിമയ്ക്കകത്ത് പ്രമേയമാക്കി പറഞ്ഞിരിക്കുന്നത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഫാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലീംകുമാറിൻ്റെ മകനാണ് ഈ ചന്തു സലീംകുമാർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദീപക് പറമ്പോൾ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 22-ന് ഈ സിനിമ ലോഞ്ചാവുന്നുണ്ട്.
പറവ ഫിലിംസും ശ്രീഗോകുലം ഫിലിംസുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ആയിട്ടാണ് ഇത് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ കോളിസിനെ പറ്റി പറയുകയാണെങ്കിൽ ടൊയോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലാണ്. ഇപ്പോഴും ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് ടൊയോട്ട കോളിസ്. അത് വീണ്ടും റീലോഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇന്നോവയാണ് ടൊയോട്ട കോളിസ് നിർത്തിയ ശേഷം അതിന് പകരം വന്ന സെഗ്മെൻറ്റ്. ഇന്നോവയുടെ പ്രത്യേകത ടൊയോട്ടയെ സംബന്ധിച്ച് ഇന്നോവയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ അല്ല എങ്കിലും ഭയങ്കര സെയിലുള്ള മോഡലാണ്. ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഒരുപാടുണ്ട്, ലാൻഡ് ക്രൂയിസർ, പ്രാഡോയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്നോവയാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. രാഷ്ട്രീയക്കാർ ഒരുപാട്, നമ്മളെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പല ആൾക്കാരും, രാഷ്ട്രീയ പ്രവർത്തകരും അല്ലാത്ത ആൾക്കാർ, ഫാമിലി ഉൾപ്പെടെ ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോളിസിനും പ്രാധാന്യം എൻ്റെ താല്പര്യത്തിൽ ഈ 2 വണ്ടികളും, അതായത് ഏതൊക്കെയാണ് ഈ ടാറ്റയുടെ സുമോയും ടൊയോട്ട കോളിസും വീണ്ടും റീലോഞ്ച് ചെയ്ത് പുതിയ സംവിധാനം BS6 നോംസിലൊക്കെ ലോഞ്ച് ചെയ്ത് പുതിയ ഫെസിലിറ്റിയോടെ കൂടെ കമ്പനികൾ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഇൻഫർമേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.